നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, ഭിന്നശേഷി വിഷയം അധ്യാപകരെ ദിവസക്കൂലിക്കാരാക്കുന്ന സർക്കാർ നയം തിരുത്തുക, കുടിശ്ശികയായുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക, പൂർണ്ണ സുരക്ഷയുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക, മതിയായ കുട്ടികളില്ല എന്ന കാരണത്താൽ വർഷങ്ങളായി ദിവസവേതനാടിസ്ഥാനത്തിൽ തുടരുന്ന അധ്യാപകർക്ക് ശമ്പള സ്കെയിൽ അനുവദിക്കുക, കേട്ടഡ് യോഗ്യത നേടുന്നതിൽ നിന്നും സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും ഒഴിവാക്കുക, പ്രീ പ്രൈമറി സേവന വേതന വ്യവസ്ഥകൾ നടപ്പിലാക്കുക, പ്രധാന അധ്യാപകരെ ക്ലാസ് ചുമതലയിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KPSTA കണ്ണൂർ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അതിലേറ്റവും ആദ്യം പറഞ്ഞത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്നുള്ള ആ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ആ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. പക്ഷേ ഇവിടെ 8 വർഷമായും അവര് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഇത്തരം കാര്യത്തിൽ നിലപാടുകളില്ലാതെ ഒരു സംഘടന നമ്മുടെ സംസ്ഥാനത്ത് വർക്ക് ചെയ്യുക. അവരെന്തിനു വേണ്ടിയാണ്? ഭരിക്കുന്ന പാർട്ടിയുടെ ആ കൊടിയുടെ നിറം നോക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി ഭരണപക്ഷത്തെ അധ്യാപക സംഘടന മാറുമ്പോൾ അവർ ഈ സംസ്ഥാനത്തെ അധ്യാപകരോട് കാണിക്കുന്ന അവഗണനയാണ് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. UK ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രമേശൻ, അരുണ, TP ഹരിലാൽ, ദിനേശൻ, CVA ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു.